നമസ്കാരം. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഞാനിതിൽ പറയുന്നൊരു കാര്യം ചെയ്ത് നിങ്ങൾ വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്ക് വരുവാനുള്ള പണവും നിങ്ങൾക്ക് അതല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലൂടെയും പണവും വരാൻ തുടങ്ങും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അവസാനം ഞാൻ ആ കാര്യം പറയുന്നുണ്ട്. അതിൽ പറയുന്ന അതേപോലെ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മറ്റൊരു ജോലിയും ചെയ്യണ്ട, ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി പണം വന്നോളും എന്ന് കരുതിയിരുന്നാൽ ഒരിക്കലും പണം കിട്ടില്ല. അങ്ങനെ പ്രതീക്ഷിച്ച് ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇത് ചെയ്താൽ ഗുണം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിലിലോ അതല്ലെങ്കിൽ പണം കിട്ടാനുള്ള മറ്റ് സാധ്യതകളും അവസരങ്ങളും നമ്മുടെ മുന്നിൽ വരികയാണ് ചെയ്യുക. അതിലൂടെയാണ് നമുക്ക് പണം കൂടുതൽ വരുന്നത്. അതല്ലാതെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ധാരാളം പണം വരും, അങ്ങനെയില്ല. നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ കൂടുതൽ പണം വരാനുള്ള സാധ്യതകളുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് പൈസ വരാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വരും. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ തോന്നും. അത് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ നമുക്ക് പണം വരാൻ തുടങ്ങും. നമുക്ക് തടസ്സങ്ങളായി നിൽക്കുന്ന സാമ്പത്തികം വരാനുള്ള തടസ്സങ്ങളായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അപ്പോൾ വിട്ടുപോകുമ്പോൾ ഇതുപോലുള്ള അവസരങ്ങളിലൂടെയും സാധ്യതകളിലൂടെയും നമ്മളിലേക്ക് പണം വന്നെത്തുകയാണ് ചെയ്യുക. അതല്ലാതെ ഒന്നും ചെയ്യാതിരിക്കുന്ന വ്യക്തിക്ക് ഒരു കാരണവശാലും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസ വരുന്ന ഒന്നൊരു പ്രതീക്ഷയും വെച്ചിട്ട് കാര്യം ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അധ്വാനിക്കണം, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളവ് എടുക്കുക, കുറച്ച് തുളസിയുടെ ഇലയും, ഒരു 7 തുളസിയുടെ ഇലയും. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് അതിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിലേക്ക് കുറച്ച് കളഭം ഇടുക. കളഭം ഇട്ടതിന് ശേഷം അതിലേക്ക് 7 തുളസിയില ഇടുക. ഒരു സ്വല്പം നമ്മുടെ വീടിൻ്റെ നമ്മൾ താമസിക്കുന്നതിന് നേരെ കടന്നു വരുന്ന വഴിയിൽ നിന്ന് സ്വല്പം മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏകദേശം 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ വരുന്ന അത്രയ്ക്കും, അല്ലാതെ ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമില്ല. അത്രയും മണ്ണും ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതിലൊരു കോയിൻസ് വെക്കുക. ഒരു കോയിൻസ് വെച്ചിട്ട് അത് നന്നായി ആ പേപ്പർ നന്നായി മടക്കി നല്ല രീതിയിൽ ഒരു ചുവന്ന നൂല് കൊണ്ട് കെട്ടുക. അത് കെട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കിടക്കുന്ന ബെഡിനടിയിലോ തലയണയുടെ അടിയിലോ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ദിവസവും രാവിലെയോ വൈകുന്നേരമോ നിങ്ങളതെടുത്ത് കയ്യിൽ വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വഴികളും തുറന്ന് നിങ്ങൾക്ക് പൈസ വരാനുള്ള എല്ലാ വഴികളും ഓപ്പണായി കിട്ടും. അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായുള്ള ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ പോകും. അതിന് ഞാൻ പറഞ്ഞ പോലെ ഇത് ചെയ്ത് ഒരു തൊഴിലും ഒരു ജോലിയും ചെയ്യാതെ നമ്മൾ വെറുതെ അങ്ങനെ ഇരുന്നത് കൊണ്ട് നമുക്കൊരിക്കലും പണം കിട്ടില്ല. ഇതിന് ഞാൻ പിന്നെയും പ്രത്യേകം പറയുന്നു, നമ്മൾ ചെയ്യുന്ന ജോലിയിലും അതല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഐഡിയകൾ, പുതിയ വഴികൾ, സാധ്യതകൾ, ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുക. ആ വഴിയിലൂടെയാണ് അത് നമുക്കപ്പോൾ പോകാൻ തോന്നുക. ആ വഴി നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആ വഴിയിലൂടെ മുന്നോട്ട് പോകും. അപ്പോൾ അതിലൂടെ സാമ്പത്തിക വിജയങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്ത് കിട്ടുക. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.